ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് സാജിറ്റേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ധനു നക്ഷത്രത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു വാലന്റൈൻ സ്പെഷ്യൽ റീഡിംഗ് കൂടിയുമാണ്. അപ്പോൾ ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു എൻഡ് വരെ നോക്കുക. ഇതിൽ ചില സ്പെഷ്യൽ മെസ്സേജസ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ മെസ്സേജസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവില്ല. ഇത് ജനറൽ ആയതുകൊണ്ട് ചില മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവും, ചിലത് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേഴ്സണൽ റീഡിംഗ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് എന്നെ കോൺടാക്ട് ചെയ്യാം. അതല്ലാണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ഫൂൾ. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായി 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ ഞാൻ കാണുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ ഫോക്കസ്ഡ് ആയി നിങ്ങളുടെ ജോലി കരിയറിലാണ് കൂടുതൽ എഫേർട്ട് ഇടണത്. അതിൽ എവിടെയോ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത മാതിരി ഒരു എനർജി ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിലും കരിയറാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യണത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തത് ജോലിയുടെ ത്രൂ ആയിരിക്കാം. നിങ്ങൾ സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. എന്തോ പാസ്റ്റിൻ്റെ ബാഗേജ് ഇവിടെ കാണാണ്ട്. പാസ്റ്റ് എനർജിയിൽ ഞാൻ കാണുന്നത് കുറേ ഇഷ്യൂസ്, കുറേ ബാഗേജ്, കുറേ സ്ട്രെസ്സ്, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോകുന്നത്. ഒരു പുതിയ ബിഗിനിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് എക്സാക്ട്ലി നടക്കണമെന്ന് നമ്മൾക്ക് നോക്കാം. എന്താണ് ഈ ഫൂൾ എനർജി കറൻറ്റ് സിറ്റുവേഷനിൽ? അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും മേ ബി ഒരുമിച്ച് ആദ്യം തിരിച്ച് റീകൺസൈൽ ചെയ്യുന്നുണ്ടാവും. പാസ്റ്റിൽ എന്താ ഉണ്ടായി 10 ഓഫ് വാൻഡ്സ്. പാസ്റ്റിൽ എന്തോ ഇവിടെ ഒരു റിജക്ഷൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ, ഒരു റിജക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ മേ ബി നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ആദ്യം റീകണക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്രയും വർക്ക്, ജോലി അതിലൊക്കെ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇവിടെ 5 ഓഫ് കപ്സ്, ഒരു ലോസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ എനർജിയിൽ. ഒരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യണ എനർജി. ഈ പേഴ്സൻ്റെ എനർജിയിൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, 7 ഓഫ് സോഡ്സ്. ഇവരുടെ എനർജിയിൽ ഞാൻ എന്തോ ഒരു സാബോട്ടാജിൻ്റെ എനർജി കാണുന്നുണ്ട്. എന്തോ ഒരു സിറ്റുവേഷൻ മാറി പോകണ എനർജി. പറഞ്ഞാൽ അവർക്കൊന്ന് ഒരു സിറ്റുവേഷനിൽ മേ ബി അവർ ശരിയായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ചില കാര്യങ്ങൾ മറിച്ചുണ്ടാവും. അതല്ല വെച്ചാൽ അവരുടെ ഫീലിങ്സ് അവർ ഓപ്പണായി പറയുന്നുണ്ടാവില്ല. അവർക്ക് ഫീലിങ്സ് ഉണ്ടായാലും ഈ സിറ്റുവേഷനിൽ അവർ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറാവുണ്ടാവില്ല. അതല്ല വെച്ചാൽ എന്തോ ഇവിടെ നടക്കുന്നുണ്ട്, എന്തോ അവരെ ഒളിപ്പിക്കണ എനർജി, മറച്ചു വെക്കണ എനർജി ഉണ്ട്. അപ്പോൾ എന്താണ് ഈ 7 ഓഫ് സോഡ്സ്? അപ്പോൾ ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ മാതിരി എന്തോ സീക്രറ്റ്സ് ഉണ്ട് ഈ പേഴ്സൻ്റെ. പക്ഷേ ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്. ഫീലിങ്സ് വൈസ് ഞാൻ കാണുന്നത് അവർക്ക് ഇവിടെ ഒരു പുതിയ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ്? അവർക്ക് ഇവിടെ വേറെ ആൾക്കാരുടെ അടുത്തു നിന്നും കുറേ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഈ പേഴ്സൺ കുറേ പോപ്പുലർ ആയിരിക്കാം.
അതല്ല വെച്ചാൽ അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ കുറേ പോപ്പുലറാണ്, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഏസ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് അവർക്ക് ഈ സിറ്റുവേഷനിൽ ക്ലാരിറ്റി വേണം. എന്താ വെച്ചാൽ ഇവിടെ അവർ കുറേ ഹാർട്ട് ബ്രോക്കൺ ആണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. അവരെ നിങ്ങൾ എന്താ പറയുക, ചീറ്റ് ചെയ്തു എന്ന് ഒരു ഫീലിംഗ് അവർക്കുണ്ട്. അതല്ല വെച്ചാൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആവാം. അപ്പോൾ അതിൻ്റെ അവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവാം. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യണം എന്നുണ്ട് ഇവർക്ക്. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങളുടെ ഫീലിങ്സ് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ ആക്ച്വലി വെയിറ്റ് ചെയ്യായിരുന്നു ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഹാങ്ഡ് മാൻ. ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങൾ ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ ക്ലോസ് ഔട്ട് ചെയ്യണു, ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ എന്താണ് ഇൻറ്റൻഷൻ ഉള്ളത്? ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഹെർമിറ്റ് ആണ്. അപ്പോൾ ഹെർമിറ്റ് കാർഡ് ഇവിടെ ഐസൊലേഷൻ്റെ എനർജിയാണ്, സെപ്പറേഷൻ്റെ എനർജിയാണ്. കുറേ ഒരു സെപ്പറേറ്റഡ് എനർജിയിൽ ഉണ്ടായാലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഒരു കാര്യവും കാഷ്വലായിട്ടല്ല എടുക്കണം. എല്ലാത്തിലും അവർ നല്ലപോലെ ആലോചിച്ചിട്ട് എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കണേ. മുമ്പോട്ട് പോകാനുള്ള തീരുമാനവും പറയാൻ പറ്റില്ല, പക്ഷെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണത് എല്ലാം ആലോചിച്ചിട്ടാണ്. 2 ഓഫ് കപ്സ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗിൾ ഇൻഡിപെൻഡൻ്റ് എനർജിയും കാണാണ്ട്. ഇപ്പോൾ തൽക്കാലം അവർ സിംഗിളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം, പക്ഷെ അവർക്ക് ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണം എന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആണ്. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം. നിങ്ങളുടെ ഇൻറ്റൻഷനിൽ 4 സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഹീലിങ്ങിലാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഫാമിലി, അതിലേക്കാണ് കൂടുതൽ നിങ്ങളുടെ എഫേർട്ട് ഉള്ളത്. ക്വീൻ ഓഫ് വാൻസ്. നിങ്ങളുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാൻ നോക്കണു. 2 ക്വീൻസ് ഉണ്ട് ഇവിടെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് വാൻസ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ ലൈഫിൽ മേ ബി വേറൊരു പേഴ്സൺ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ 8 ഓഫ് വാൻസ് ആണ് ഈ പേഴ്സൻ്റെ ആക്ഷൻ. ഇവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ എന്താണ്? നിങ്ങളുടെ ആക്ഷൻ ഇവിടെ, നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ് ആക്ച്വലി. നിങ്ങൾ കുറേ ടെൻഷൻ എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. അതല്ല വെച്ചാൽ രാത്രി കുറേ സ്ട്രെസ്ഡായി ഫീൽ ചെയ്യുന്നുണ്ടാവും, ശരിക്കും ഉറക്കമില്ലാത്ത എനർജി. നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. അതല്ല വെച്ചാൽ ഫാമിലിക്ക് ഈ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടില്ല എന്നൊരു പേടിയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആക്ഷനിൽ ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ ഞാൻ കാണില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്, മേ ബി ഫാമിലി ഓക്കെ ആവില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തിലല്ല ആക്ഷൻ ഉള്ളത്, ഈ പേഴ്സൺ ആണ് ആക്ഷൻ എടുക്കാൻ പോണേ. ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ അവർ നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ തരുന്നു, ഒരു സ്റ്റേബിൾ ഓഫറാണ് ഇത്. നിങ്ങളോട് ഒരു ഡിസിഷൻ എടുക്കാൻ പറയും, ഇത് വേണോ വേണ്ടേ, ഫൈനൽ ഡിസിഷൻ. കുറേ ഇന്നർ സ്ട്രെങ്ത് കൊണ്ടാണ് അവർ ഈ തീരുമാനം എടുക്കുന്നത്. എന്താ വെച്ചാൽ അവർക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവർ അതൊക്കെ ഓവർകം ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അവരൊരു ഓഫർ തരാൻ പോകുന്നുണ്ട്. ഈ ഓഫർ വരുമ്പോൾ നിങ്ങൾക്കായിരിക്കും തീരുമാനം എടുക്കണ്ടേ, ഇത് നിങ്ങൾക്ക് വേണോ വേണ്ടേന്ന്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ്? ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. സംടൈംസ് ഐ സ്റ്റേ അവേക്ക് തിങ്കിങ് അബൌട്ട് യു. അപ്പോൾ ഇതാണ് മെസ്സേജസ്. ഞാനിവിടെ സൈൻസ് കാണുന്നത് എക്വേറിയസ് ഉണ്ട്, ഫയർ സൈൻസ് ഉണ്ട്, ലിയോ ഉണ്ട്, ടോറസ് ഉണ്ട്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സയൻസ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷനും എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.